അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു 4 ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത ശേഷം അതിനുള്ളിലെ കുരുവൊക്കെ എടുത്ത് മാറ്റാം. ബജ്ജി മുളകിലെ കുരുവൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത ശേഷം കട്ടയില്ലാതെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ, ഇത്രയും മതി. ഈ തിക്നെസ്സിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്യാം. സവാള നല്ലതുപോലെ വഴന്നു വരുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളക് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു ക്യാരറ്റ്, ഒരു മീഡിയം ക്യാബേജിൻ്റെ 1/4 ഭാഗം ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്ക് ചിക്കി എടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എഗ്ഗ് വേണമെന്നില്ല. പക്ഷേ എഗ്ഗ് കൂടി ചേർക്കുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മൈക്രോ ഗ്രീൻ ചെറുപയർ ഞാൻ മുളപ്പിച്ചെടുത്തതാണ്. ഇതുകൂടി ഞാൻ ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് കുക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി മുളകിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബജ്ജി മുളക് നല്ല ഉപ്പ് വെള്ളത്തിൽ കിടന്ന് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബജ്ജി മുളക് ഫ്രൈ ചെയ്തെടുക്കാനായി ഞാൻ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ നന്നായി ഇങ്ങനെ പൊങ്ങി വരും. ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള സ്റ്റൈലിലുള്ള ബജ്ജി മുളക് കിട്ടണമെങ്കിൽ അതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം ഒന്ന് നന്നായി ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുമല്ല, ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒന്ന് മറു സൈഡ് മറിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബജ്ജി മുളക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.